Hello everyone, hope you all are doing good and great. Welcome back to my YouTube channel. ഇന്ന് എൻ്റെ കസിൻ്റെ കല്യാണത്തിൻ്റെ വീഡിയോ ആണ്. കല്യാണം ഇൻ ദ സെൻസ് റിസപ്ഷൻ ആണ്. നിക്കാഹ് കുറേ മുന്നേ കഴിഞ്ഞതാണ്. പെണ്ണിൻ്റെ വീട്ടിലെ പരിപാടി തലേ ദിവസം കഴിഞ്ഞു. ഈ വ്ളോഗ് നമ്മളെ സൈഡിൽ ചെക്കൻ്റെ വീട്ടിലെ റിസപ്ഷൻ്റെ ദിവസമാണ്. ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ നിക്കാഹിൻ്റെയും മുന്നേ നടന്ന പരിപാടിയാണ് ഇത്. വ്ളോഗ് വരാൻ ഒരു പൊടിക്ക് ലേറ്റ് ആയെന്നുള്ളൂ, വേറൊരു കുഴപ്പമില്ല. റിസപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഈവനിങ് ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഈവനിങ് ആണ് പോണത്. മിറാല് ഉറങ്ങിയതിനും തോന്നുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മിറാല് ഡ്രസ്സ് ഇട്ടിട്ടില്ല. മിറാലിൻ്റെ ഡ്രസ്സ് നമ്മൾ കൈ പിടിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് മിറാൽ ഒരു വൈറ്റ് ഫ്രോക്ക് ആയിരുന്നു, ലൈക്ക് വൈറ്റ് ഗൗൺ ആയിരുന്നു. നല്ല ബാക്കിൽ നല്ല ടെയിലൊക്കെ കൊടുത്തിട്ടുള്ള. കാറിൽ സീനു ഉണ്ട്, പിന്നെ മിനു ഉണ്ട്, അങ്ങനെ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. പോണ വഴിക്ക് തന്നെ കാറിൻ്റെ കാർബൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെക്കാണ്ടായിരുന്നു. ഓൾറെഡി ആ ഫ്രണ്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു കാറിനെ, പിന്നെ ഈ കാറിലും കൂടെ വെക്കാണ്ടേനി. കൊണ്ടോട്ടി റോസിയ കൺവെൻഷൻ സെൻറ്റർ ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ടായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. റോസിയ കൊണ്ടോട്ടി കൂടെ പോണവർക്കൊക്കെ അറിയുണ്ടാവും. പിന്നെ സോഫിയ റോസിയൻ്റെ നേരെ ചെറുതാണ്. സോഫിയ ഇന്ത്യയിലായിരുന്നു, ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്നല്ല, ഇന്ത്യത് നിന്നാണ്. ആൻഡ് ഇതാണ് സ്റ്റേജ്, നല്ല ഭംഗിയിൽ ഒരു ഗോൾഡൻ റെഡ് തീമിൽ. റോസിയ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ആണ്. സോ അതിൻ്റെ അകത്ത് തന്നെ ഒരു റൂമിൽ നിന്ന് ഗ്രൂമും ഒരു റൂമിൽ നിന്ന് ബ്രൈഡും റെഡി ആവേണ്ടായിരുന്നു. ഒരു 4 മണി 5 മണി ആ ഒരു ടൈമിലാണ് നമ്മൾ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ ടൈം കൊണ്ട് തന്നെ മിറാല് പെട്ടെന്ന് റെഡി ആവുന്നുണ്ട്. ഓക്ക് ഇതെല്ലാം കൂടെ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഫുൾ സ്ലീവ് വരെ ഡ്രസ്സൊക്കെ അല്ല, ഇതെന്താ നോക്കിയിരുന്നു. ആൻഡ് ഇതാണ് നമ്മുടെ ഗ്രൂം ഹാരിസ്. അപ്പോൾ റീൽസ് വീഡിയോഗ്രാഫി ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സ് തന്നെ ആയിരുന്നു, അൻഷോദ് വരും ഫ്രെയിം ഫ്ലയർ ടീം. അപ്പം ചെക്കനും പെണ്ണും ഇറങ്ങാനുള്ള ടൈം കൊണ്ട് തന്നെ എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തന്നു. പിന്നെ ഞങ്ങൾ നേരെ മേലെ പോയിട്ട് മിറാലിൻ്റെ കുറച്ച് വീഡിയോസും സംഭവങ്ങളൊക്കെ എടുത്തു. ഇത് ആക്ച്വലി നമ്മളെ വീട്ടിലെ പരിപാടി തന്നെ ആയതുകൊണ്ട് നമുക്ക് എല്ലാ വീഡിയോസും അങ്ങനെ ഒഴിഞ്ഞെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു, ഗസ്റ്റൊക്കെ വന്ന് തുടങ്ങി. കുറച്ച് പേര് ഫുഡ് കഴിക്കാനൊക്കെ പോയി. അപ്പോഴത്തേനും മിറാൽ അത്യാവശ്യം നല്ല ക്ഷീണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓളെ പിടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നിട്ടും ഇങ്ങനെ കുറേ ആൾക്കാർ വരാനിങ്ങനെ ബാക്കിയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മിറാലിൻ്റെ മമ്മൻ്റെ കൈക്ക് തന്നെ പോയി. പക്ഷേ മിറാലിൻ്റെ ഡ്രസ്സ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചെക്കൻ്റെയും പെണ്ണിൻ്റെ എൻട്രി ആയിട്ടില്ല. എല്ലാവരും ഒന്ന് ഇരുന്ന് സെറ്റായാൽ നമുക്ക് എൻട്രി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടില്ല, അങ്ങനെ ഒരു പ്ലാനിങ്ങിലായിരുന്നു. പിന്നെ ബാക്കി ഉണ്ടല്ലോ ഹാദി കാക്ക, ബാക്കി എൻ്റെ കസിൻസും എന്താ പറയുക, ബാക്കി ഗ്രൂം സൈഡിലുള്ള ബോയ്സിനൊക്കെ ഇങ്ങനെ ഒരു ഷെർവാനി വിത്ത് ഷോളായിരുന്നു നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്പെക്സ് ഇട്ട് നിൽക്കുന്നത് കണ്ടോ, അതാണ് എൻ്റെ ബ്രദറും ആ റെഡ് ചുരിദാർ ഇട്ടത് ഉമ്മച്ചിയും ആൾക്കാരെ വെൽക്കം ചെയ്യേണ്ടത്. ഞാനും എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ഓൾറെഡി നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനത് കസ്റ്റം ചെയ്ത ഔട്ട്ഫിറ്റാണ്. പക്ഷെ ഔട്ട്ഫിറ്റ് എന്തോ എനിക്ക് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് ഞാൻ വിചാരിച്ച പോലെ ആയിട്ടുണ്ടായിരുന്നില്ല. ഇത് പിന്നെ ഞാൻ എല്ലാവരെയും പോയി പരിചയപ്പെടുന്നതാണ്. ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഷാഹിനാണ്. അപ്പോൾ തന്നെ ഷാഹിനും ഉമ്മയും ലിയും കൂടെ പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരാണ് എടുക്കുന്നത്. അപ്പോൾ കുറേ പേര് അറിയോ എന്നൊക്കെ ചോദിക്കേണ്ടിയിരുന്നു. അങ്ങനെ എല്ലാവരും പോയി പരിചയപ്പെട്ട് ഞാൻ എൻ്റെ ഷാഹിനെയും മാച്ചിങ് ആയിട്ട് കറക്റ്റ് ആ റെഡ് അങ്ങോട്ട് എനിക്ക് കിട്ടിയില്ല. എന്നാലും ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റിപ്പിച്ച് വരുത്തിച്ച് ഇനി അങ്ങനെ പിന്നെ ഏറെക്കുറെ എല്ലാവരും ഇരുന്ന് സെറ്റ് ആയപ്പോൾ നേരെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും എൻട്രി സ്റ്റാർട്ട് ചെയ്തു. വെറുതെ നമ്മൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് എൻട്രി ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ബ്രൈഡിനെ കണ്ടില്ലേ, ഇതാണ് ഫെബിൻ്റെ വീട്ടിലെ പരിപാടി. എനിക്ക് തോന്നുന്നു ഞാൻ റീൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ നല്ല ഗ്രാൻഡായിട്ട് അടിപൊളിയായിട്ട് എൻട്രി ഒക്കെ കഴിഞ്ഞു. ഇവരത് എന്താ സംഭവം, ഇവർക്ക് ഓൾറെഡി ഇവർ നിക്കാഹിൻ്റെ പരിപാടി കഴിഞ്ഞ് ഫെബിൻ്റെ വീട്ടിലെ ഫംഗ്ഷൻസ് ഇപ്പോൾ എല്ലാം ഭയങ്കര യൂസ്ഡായി. അങ്ങനെയെല്ലാം നടക്കുന്നതും ഇരിക്കുന്നതൊക്കെ ഭയങ്കര യൂസ്ഡായി. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, നല്ല വൃത്തിക്കായിരുന്നു എല്ലാം നടന്നിട്ടുണ്ടായിരുന്നത്. അതിന് ചിലപ്പോൾ ഇത് ഏത് വകയിലെ കസിൻസ് അറിയാത്തുണ്ടാവും. എൻ്റെ ഉമ്മേൻ്റെ താത്താൻ്റെ ഫാമിലിയാണ് കേട്ടോ. ഇതാണ് ഓരോ ഫുൾ ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ നിക്കാഹിൻ്റെ 2 ദിവസം മുന്നേ ആയിരുന്നല്ലോ. അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഫ്രണ്ട്സും വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൗബുലൊക്കെ പിന്നെ ബ്രൈഡ് ടു ബിക്ക് ഇതിൻ്റെ മുന്നേനും ബ്രൈഡ് ടു ബി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവരോട് എല്ലാവരും ഒരു ഡ്രസ്സ് എക്സ്ട്രാ എടുത്തോ, ഇങ്ങനൊരു പരിപാടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ഡാൻസാണ്, സൂപ്പർ ഡാൻസ്. ഞങ്ങളുള്ള 5-6 ആൾക്കാർ തട്ടിക്കൂട്ടി പഠിച്ച ഡാൻസ് ആയിരുന്നു. ഇതിൻ്റെ വൃത്തിക്കുള്ള ഫുൾ വീഡിയോ ആരും മര്യാദക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ എൻ്റെ ഇല്ല. ഞാനെന്തായാലും കുറച്ച് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ആഡ് ചെയ്ത് വെക്കുക, അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല. അതിൽ കുറേ പേര് നല്ല ഡാൻസ് കളിക്കണവരാണ്. ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫാമിലീൻ്റെ ഡാൻസ്
കല്യാണത്തിനൊക്കെ ഡാൻസ് കളിക്കണത് തന്നെ ഫസ്റ്റ് ടൈം. എനിക്ക് ഇതിൽ തീരെ ഒരു ABCD അറിയില്ല. ഇത് തന്നെ എനിക്ക് തോന്നുന്നു ഷൈനെടുത്ത കുറച്ച് വീഡിയോസൊന്നും എനിക്ക് അവിടേക്കും ഇവിടേക്കൊക്കെ കിട്ടിയതാണ്. ഇതിൽ ഫസ്റ്റ് സാധനം ലൈക്ക് മേരി ഗറായ ആ സാധനമില്ലേ, അത് നമ്മൾ ഫെബിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തേനി. അങ്ങനെ നമ്മൾ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ മടിയാവാം, കാരണം കുറേ സ്ഥലത്ത് കൊളാക്കിയിരിക്കണം, നല്ല കൂക്കൽ കിട്ടുമെന്ന് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ മെല്ലെ മെല്ലെ സ്റ്റേജിൽ നിന്നൊക്കെ ഇറങ്ങി. അപ്പം ഇത്രയും വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ പരിപാടിൻ്റെത്, ബിക്കോസ് ഭയങ്കര തിരക്കേനും എല്ലാം കൊണ്ടും. അപ്പം ഞാൻ എന്തായാലും ഇവരുടെ വെഡ്ഡിങ് ഹൈലൈറ്റ്സ് ഉണ്ടല്ലോ, അത് ഇവരുടെ ഒറിജിനൽ സോങ്ങിലല്ലാണ്ട് വേറൊരു സോങ് മാറ്റിയിട്ട് ഞാനിവിടെ കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കല്യാണത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റുമല്ലോ. कैसे सुनते हैं